ഹലോ, ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഷിഗല്ലോസിസ് ആണ് ഇന്ന് ആരോഗ്യ കേരളം ചർച്ച ചെയ്യുന്നത്. നിപ്പ പോലെ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ലെങ്കിലും തീരെ അവഗണിക്കേണ്ട ഒരു അസുഖമല്ല ഷിഗല്ലോസിസ്. മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പടരുന്ന അസുഖങ്ങളിൽ ടൈഫോയിഡ്, കോളറ, ഷിഗല്ലോസിസ് എന്നിവ മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ വളരെ കുറച്ച് ബാക്ടീരിയയിലൂടെ ഉണ്ടെങ്കിൽ തന്നെ വ്യാപനം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഷിഗല്ലോസിസ് മറ്റുള്ള രണ്ട് അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഏകദേശം 10,000 തൊട്ട് 10 ലക്ഷം അണുക്കളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടൈഫോയിഡ് അസുഖം ബാധിക്കുക. അതോടൊപ്പം തന്നെ കോളറ ബാക്ടീരിയ ഏകദേശം 10,000 തൊട്ട് 1 കോടി അണുക്കളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അസുഖം പിടിപെടുക. എന്നാൽ ഷിഗല്ല ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം വെറും 20 തൊട്ട് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അസുഖത്തിൽ അടിമപ്പെടാം. ഇതിന് കാരണം നമ്മളുടെ വയറിലുള്ള ആസിഡ് മൂലം കോളറ ബാക്ടീരിയയും ടൈഫോയിഡ് ബാക്ടീരിയയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഷിഗല്ല ബാക്ടീരിയയ്ക്ക് ഈ ആസിഡിനെ മറികടക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൻകുടലിൽ എത്തുകയും പെറ്റുപെരുകയും അവിടുത്തെ കോശങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. വൻകുടലിൽ നീർക്കെട്ടും കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് മൂലം ശക്തമായ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും. പ്രത്യേകിച്ച് വയറിളക്കം, അതും രക്തവും കഫവും നിറഞ്ഞുള്ള വയറിളക്കം, ശക്തമായ വേദന, വയറിൽ കോച്ചി പിടിക്കുന്ന പോലെയുള്ള വേദന, ഛർദി, ഓക്കാനം, പനി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതൊക്കെയാണെങ്കിലും ഷിഗല്ലോസിസിനെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് കാരണം ബഹുഭൂരിപക്ഷം കേസുകളും കൃത്യമായ മരുന്ന്, പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളും രോഗിയുടെ ലക്ഷണങ്ങളോട് മനസ്സിലാക്കിക്കൊണ്ടുള്ള മരുന്ന് കഴിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വിശ്രമിക്കുകയും ധാരാളം ശുദ്ധജലം കുടിക്കുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അസുഖങ്ങൾ ഭേദപ്പെടുന്നത് കാണാം. വളരെ ചുരുങ്ങിയ ശതമാനം കേസുകളിൽ മാത്രമാണ് കോംപ്ലിക്കേഷനും അതിലും അപൂർവം കേസുകളിൽ മാത്രമാണ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെ കുറച്ച് അണുക്കൾ മാത്രം നമ്മുടെ ശരീരത്തിൽ കടന്നാൽ ഷിഗല്ലോസിസ് വരുമെങ്കിലും വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും സൂക്ഷിച്ചാൽ നമ്മൾക്ക് ഈ അസുഖത്തിൽ നിന്ന് രക്ഷ നേടാം. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ പുറത്ത് നിന്ന് കഴിക്കേണ്ടി വന്നാൽ അവിടുത്തെ വെള്ളം നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കഴിക്കുക. ജ്യൂസ് പോലെയുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ ഐസ് ക്യൂബ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുളം, അതുപോലെ സ്വിമ്മിംഗ് പൂൾ എന്നിവയിൽ കുളിക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മൾ കുടിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ശുചിത്വം നോക്കിയാൽ തന്നെ നമുക്ക് ഷിഗല്ലോസിസിൽ നിന്ന് രക്ഷ നേടാം. ഇതോടൊപ്പം തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി എപ്പോഴും ഉയർന്ന നിലയിൽ നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഷിഗല്ലോസിസ് രോഗിയെ പരിചരിക്കേണ്ടി വന്നാൽ നമ്മുടെ കൈകളുടെ ശുദ്ധി എപ്പോഴും ഉറപ്പുവരുത്തുക. കൈ സാനിറ്റൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തു നിന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കൈ കഴുകാനും ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിക്കുന്നതിന് ശേഷവും കൈകൾ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാനും ശ്രദ്ധിക്കുക. മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ ശക്തമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണുക. ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത്. സൂക്ഷിക്കുക, ധൈര്യമായിരിക്കുക.